ഇപ്പം ആഷിക് കപൂറിന്റെ ചിത്രത്തിൽ നായകനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു ജേണി ഉണ്ടല്ലോ, കുറേ സിനിമകളിൽ സുഹൃത്താണ്, അസിസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം ഫസ്റ്റ് മൂവി നിർമ്മാതാവായിട്ട് വരുന്നു. ഇപ്പം അദ്ദേഹം ചെയ്യുന്ന സിനിമയിലെ അല്ലെങ്കിൽ നായകനാണോ എന്നറിയില്ല, ബട്ട് ഒരു കേന്ദ്ര കഥാപാത്രം തന്നെ. അപ്പം അങ്ങനെയായിട്ട് വരികയാണ്. ഈ ആഷിക് കപൂർ കോംബോ ആയിട്ട് ഇത്രയും നാളെങ്ങനെയാണ് നിങ്ങൾ സിനിമയിൽ പല പല സ്പേസസിൽ തുടരുന്നത്? പിന്നെ അതിൻ്റെ ഒരു രസം എന്താണ് നിങ്ങളുടെ ഈ ഒരു സൗഹൃദം ഇങ്ങനെ? അല്ല, ഇതെല്ലാം സ്പേസ് എനിക്ക് ആഷിക്കേട്ടൻ തന്നിട്ടുള്ള സ്പേസാണ്. പുള്ളിയുടെ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ വിളിക്കുന്നു, പുള്ളിയുടെ സിനിമയിൽ എന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആക്കുന്നു, എൻ്റെ ആദ്യത്തെ സിനിമ പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്നു. പുള്ളി ഇപ്പോൾ ഈ സിനിമയിൽ എന്നെ മേജർ റോളിലേക്ക് വെക്കുമ്പം ഇതെല്ലാം പുള്ളി എനിക്ക് തന്നിട്ടുള്ള ഓഫറുകളാണ്. അതെന്താണെന്ന് ആഷിക്കേട്ടനോട് തന്നെ ചോദിക്കണം. എന്തായാലും ആ ഓഫറുകളൊക്കെ എനിക്ക് ഗുണം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് എല്ലാ തരത്തിലും അതങ്ങനെ ഗുണം ചെയ്തിരുന്നു. ഓക്കെ. ഇപ്പോൾ വിഷ്ണു അഗസ്ത്യ നമ്മൾ മറ്റേ ബാക്ക് ടു ബാക്ക് കുറേ ബാങ്ങർ പെർഫോമൻസസ് കണ്ടതായിരുന്നു. ഇപ്പോൾ RDX 1001 അതിന് ശേഷം വന്ന് ഇപ്പം ഓ ബേബിയിൽ നിങ്ങൾ രണ്ടുപേരും കൂടെയൊക്കെ കണ്ടു. അതിന് ശേഷം നമ്മളൊരു നടൻ്റെ ഇങ്ങനെ പല പല സാധനങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുമല്ലോ, അടുത്ത സംഭവം എന്നുള്ള രീതിയിൽ. അപ്പോൾ പിന്നീട് വരുന്നതാണ് ഈ റൈഫിൾ ക്ലബ്ബ്. അപ്പം വിഷ്ണു അഗസ്ത്യനെ ഫോളോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഈ പടത്തിന്, എസ്പെഷ്യലി അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരുന്ന സമയത്ത്. അപ്പോൾ വിഷ്ണു അഗസ്ത്യക്കും ഈ റോള് അങ്ങനെ തന്നെയാണോ? ആഷികേട്ടൻ വിളിച്ചു, അതിലൊരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറ്റുന്നു. നല്ല ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ ഇപ്പം ഞാൻ ഭയങ്കര തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ മീഡിയത്തെ ബേസ് ചെയ്തോ അല്ലെ ക്രാഫ്റ്റിനെ ബേസ് ചെയ്തോ ഒക്കെ നല്ല ഫിലിം മേക്കേഴ്സിനോട് വർക്ക് ചെയ്ത് ലേൺ ചെയ്ത് പോവുകയാണ് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഫിലിം മേക്കറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, നല്ല ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഇത് ടേക്ക് പോയി. അതിൻ്റെ ബാക്കി ഒരു നല്ല സിനിമയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ അപ്പുപിള്ളേൻ്റെ ഒരു ഈ വേഷം ചെയ്തതിന് ശേഷം അപ്പം നമ്മൾ അത്യാവശ്യം നമുക്കതിൻ്റെ നിങ്ങളെല്ലാവരും തിരക്കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ആ സംഭവം കമ്മിറ്റ് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതിന് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ്, എസ്പെഷ്യലി ഇപ്പോൾ OTT-യിൽ ഇറങ്ങിയതിന് ശേഷം മറ്റ് ഭാഷകളിൽ നിന്നുള്ള ആളുകളടക്കം കണ്ടിട്ടാണ് അപ്പുപിള്ളേനെ ആണെങ്കിലും അജയനെ ആണെങ്കിലും എൻറ്റയർ ആ സിനിമേനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സാർ ഇത് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു റിസപ്ഷൻ ലെവൽ എങ്ങനെയായിരിക്കുന്നത്? ചെറിയൊരു നമ്മൾ കണക്ക് കൂട്ടുമല്ലോ, ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ സിനിമേനെ എടുക്കാൻ. എസ്പെഷ്യലി അത് ഓണം റിലീസ് ആയിരുന്നുകൊണ്ടും കൂടെ ഇങ്ങനെ ആളുകൾ പല പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം ഇതിൻ്റെ ആ ഒരു എക്സ്പെക്ട് ചെയ്ത ഒരു റിസപ്ഷൻ ലെവലും ഇതിന് കിട്ടുന്ന ഒരു റിസപ്ഷൻ ലെവലും അതും സെയിം ആണ്? വളരെ വ്യത്യസ്തമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ മലയാള സിനിമയിൽ അഭിനയിക്കാൻ വന്ന ശേഷം സ്ക്രിപ്റ്റ് പലതും വായിക്കാതെ ചെയ്തിട്ടുണ്ട്. വായിച്ച സ്ക്രിപ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റിലൊന്നും ഇതാണ്. അതുപോലെ തന്നെ കുലം എന്ന സിനിമ ഞാൻ ചെയ്തു പണ്ട്, ലെനിൻ രായ തന്നെ. ആ സ്ക്രിപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ആ സിനിമ വന്നില്ല. ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ എന്തോ വിചാരിച്ചു, ചേട്ടാ എങ്ങനെയുണ്ട്, അത് ഗംഭീര സിനിമയായിരിക്കും. ആണോ, നമ്മൾ ഓടുമോ, നമ്മൾ അതെനിക്കറിയാൻ പറ്റില്ല. ഇപ്പം ആ സിനിമ ഞാൻ ഫസ്റ്റ് ഡേ കാണാൻ പോയപ്പോൾ, ഞാൻ ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ കാണാൻ പോയത്. അപ്പോൾ ഗംഭീര എന്നൊക്കെ എല്ലാവരും പറഞ്ഞ ശേഷമാണ്. പക്ഷെ ഇത്രയും ഗംഭീരാന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ അന്നേരം ഞാൻ പോയി കാണുമ്പോഴും ഞാൻ വായിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു സിനിമയുണ്ട്. അപ്പോൾ ആ സിനിമയാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിൻ്റെ കുറ്റങ്ങളും കുറവുകളൊക്കെയാണ് ഞാൻ കാണുന്നത്. പക്ഷെ ആ വായിച്ചപ്പോൾ എനിക്ക് ഗംഭീര സിനിമ ഉണ്ടായത്. ഞാനതിന് ശേഷം നിങ്ങളോട് പറഞ്ഞു നല്ല സിനിമയായിരിക്കും ഇല്ല, അവരുടെയൊക്കെ പിന്നീട് എങ്ങനെ പടം ഞാൻ ചെയ്തു നല്ല സിനിമയായിരിക്കും, ഓടുമോയെന്നറിയില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ സിനിമ ഓടി എന്നുള്ളത് വലിയ കാര്യമാണ്.